വിരാട് കോഹ്ലി ഇല്ലാതെ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയുടെ പരമ്പര വിജയിച്ചാൽ അവർക്ക് ഒരു വർഷം മുഴുവൻ ആഘോഷിക്കാനുള്ള വകയുണ്ട്. അതിൽ മൈക്കിൾ ക്ലർക്ക് അമിതാത്മവിശ്വാസത്തിന്റെ അറ്റത്തായിരുന്നു. 2020 ഡിസംബർ 19 അഡ്ലൈഡിൽ അന്നൊരു മഹാദുരന്തം അരങ്ങേറി. വെറും 36 റൺസിന് കോഹ്ലിയുടെ ഇന്ത്യയെ ഓസ്ട്രേലിയ ചുരുട്ടിക്കൂട്ടിക്കെടുത്ത് കൂടാരത്തിലെത്തിക്കുന്നു. പവലിയന്റെ പടികളിറങ്ങി കടന്നു വന്നവരൊക്കെ വന്ന വേഗത്തിൽ തന്നെ തിരിച്ചു മടങ്ങി. ഇന്ത്യൻ നിരയിൽ ഒരൊറ്റ കളിക്കാരൻ പോലും അന്ന് രണ്ടക്കം കണ്ടില്ല. 22ാം ഓവർ തികച്ചറിയേണ്ടി വന്നിട്ടില്ല ഓസ്ട്രേലിയൻ ബോളിംഗ് നിരക്ക്. ഹെയ്സൽവുഡും കമ്മിൻസും ചേർന്ന് ആ വധം പൂർത്തിയാക്കുന്നു. ഒടുക്കം ഓസീസ് വെറും 21 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും നാണംകെട്ട തോൽവി. ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ലോവർ സ്കോർ ഇപ്പോഴും അതാണ്. അത്ലറ്റ് ടെസ്റ്റ് കഴിഞ്ഞുടൻ വിരാട് കോഹ്ലി പാറ്റേണിറ്റി ലീവിൽ നാട്ടിലേക്ക് മടങ്ങുന്നു. അവിടെ തിരികെയാണ് എല്ലാം എന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങളൊക്കെ വിധിയെഴുതി. അജിൻക്യ രഹാനെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ അഗ്രസീവ് മുഖമാണ്. ക്രീസിലും ഫീൽഡിലുമൊക്കെ അയാൾ അങ്ങനെ തന്നെയാണ്. അത് നന്നായി അറിയാവുന്നത് ഓസ്ട്രേലിയൻ താരങ്ങൾക്കാകും. അടിക്കുടൻ തിരിച്ചടി എന്ന പോളിസിയായിരുന്നു ഗ്രൗണ്ടിൽ കോഹ്ലിക്ക്. സ്ലഡ്ജിങ്ങും പ്രൊവോക്കിങ്ങും അഗ്രഷനും ഒക്കെ എല്ലാവർക്കും വശമുള്ളതാണെന്ന് ഓസ്ട്രേലിയയെ സമീപകാലത്ത് ഏറ്റവും അധികം പഠിപ്പിച്ചത് കോഹ്ലിയാകും. രഹാനെ അതിന്റെ നേരെ എതിർദിശയിൽ സഞ്ചരിച്ച ഒരാളാണ്. മൈതാനത്തെ സൗമ്യമുഖമായിരുന്നു അയാൾ. കോഹ്ലി ഇല്ലാത്ത ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് പരമ്പര തൂക്കുമെന്ന് അക്കാലത്ത് ഇന്ത്യക്കാർ പോലും വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ അഡ്ലൈഡിലെ തോൽവി തന്നെ ആ പരമ്പരയുടെ വിധി നിർണയിച്ചു കഴിഞ്ഞുവെന്ന് സകലരും വിധി കുറിച്ചിട്ടു. എന്നാൽ മെൽബൺ സകല അന്ധവിശ്വാസങ്ങളെയും പൊളിച്ചെഴുതി. മെൽബണിൽ അജിൻക്യ രഹാനെ എന്ന ക്യാപ്റ്റന്റെ വീറ് കണ്ടു ഓസ്ട്രേലിയ. മുഖത്ത് സൗമ്യഭാവമാണെങ്കിലും അയാളുടെ ഉള്ളിൽ കെടാതികരിക്കുന്ന ഒരു കനൽ കിടപ്പുണ്ടായിരുന്നു. വിശ്വവിഖ്യാതമായ ആ മൈതാനത്ത് ഓസ്ട്രേലിയയെ 2 ഇന്നിംഗ്സിലും ഇന്ത്യ 200-നപ്പുറം കടത്തിയിട്ടില്ല. ആദ്യ ഇന്നിംഗ്സിൽ 4-ാമനായി ക്രീസിലെത്തിയ രഹാനെ സെഞ്ചുറി പൂർത്തിയാക്കുന്നു. ബുംറയും സിറാജും അശ്വിനും കളം നിറഞ്ഞു. സിഡ്നിയിൽ ഓസ്ട്രേലിയയുടെ വിജയം 8 വിക്കറ്റിനായിരുന്നെങ്കിൽ മെൽബണിൽ ഇന്ത്യയുടെ വിജയവും 8 വിക്കറ്റിനായിരുന്നു. ദ ഫസ്റ്റ് റിവെഞ്ച്. സിഡ്നി 3ാം ടെസ്റ്റിനൊരുങ്ങി. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ തോൽവിയെ മുഖാമുഖം കണ്ടു. ചേതേശ്വർ പൂജാര അർദ്ധ സെഞ്ചുറിയുമായി മടങ്ങിയതോടെ 5 വിക്കറ്റ് നഷ്ടമായി ഇന്ത്യയെ ഇനി അങ്ങ് അരിഞ്ഞു വീഴ്ത്താമെന്ന് ടിം പെയിൻ ഉള്ളിൽ കരുതി. എന്നാൽ അശ്വിനും ഹനുമ വിഹാരിയും ക്രീസിൽ നിലയുറപ്പിക്കുന്നു. ഇരുവരെയും വീഴ്ത്താൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും ഓസ്ട്രേലിയക്കായില്ല. 161 പന്ത് നേരിട്ട വിഹാരി 23 റൺസാണ് സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത്. അശ്വിനാകട്ടെ 128 പന്ത് നേരിട്ട് 39 റൺസുമായി വീണുപോകാതെ നിലയുറപ്പിച്ചു. ഇടക്കൊരിക്കൽ അശ്വിന്റെ അരികിൽ വന്ന് ടിം പെയിൻ പറയുന്നുണ്ട്, ഗാബയിൽ നമ്മൾ ഒരിക്കൽ കൂടി കാണും, നിന്നെ അവിടെ വെച്ച് കിട്ടണം എനിക്ക്. ഉടൻ അശ്വിന്റെ മറുപടി എത്തി, നിന്നെ ഇന്ത്യയിൽ വെച്ച് കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്റെ അവസാന അധ്യായം ഞങ്ങൾ എഴുതി പൂർത്തിയാക്കും. ഗാബയിൽ വെച്ച് തന്നെ മറുപടി തരാമെന്ന് അശ്വിൻ പെയിനോട് പറയാതിരുന്നത് എന്തുകൊണ്ടാകും? ഗാബ ഓസ്ട്രേലിയയുടെ പൊളിയാക്കോട്ടയായിരുന്നു. 1988 മുതൽ അതുവരെ ഒരു ടീമിന് പോലും അവരെ ആ ഫോർട്രസിൽ തകർക്കാനായിട്ടില്ല. ഇന്ത്യയെ ഇഞ്ചുറിയുടെ ദുർഭൂതം പിന്തുടരുന്ന സമയമാണിത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഉമേഷ് യാദവ്, അശ്വിൻ, രവീന്ദ്ര ജഡേജ തുടങ്ങിയവരാരും ഗാബയിൽ ആ വലിയ പോരിനിറങ്ങുമ്പോൾ ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നില്ല. വെറും 3 ടെസ്റ്റ് മാത്രം കളിച്ച പരിചയമുള്ള മുഹമ്മദ് സിറാജാണ് ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നയിക്കാൻ പോകുന്നത്. ഒപ്പം ടി നടരാജൻ, ഷർദുൽ താക്കൂർ, നവദീപ് സൈനി, വാഷിംഗ്ടൺ സുന്ദർ. ബാറ്റിംഗ് നിരയുടെ നട്ടല്ലായ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമില്ല. ഈ ടീമിനെയും കൊണ്ട് അജിൻക്യ രഹാനെക്ക് ഗാബ പൊളിക്കാനാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന ചോദ്യമെത്തും. ഓസ്ട്രേലിയൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കൂ. സ്റ്റാർക്കും ഹെയ്സൽവുഡും കമ്മിൻസും അവിടെ തന്നെയുണ്ട്. ഒടുവിൽ ആ ദിവസമെത്തി. 2021 ജനുവരി 15. ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് മാനസ് ലബൂഷയുടെ സെഞ്ചുറി കരുത്തിൽ 1ാം ഇന്നിംഗ്സിൽ 369 റൺസ് പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 186 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്നു. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും പുജാരയും രഹാനയും മായങ്ക് അഗർവാളും ഋഷഭ് പന്തും വീണു. എന്നാൽ ഷർദുൽ താക്കൂറും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് ഒരു രക്ഷാപ്രവർത്തനത്തിന് മുതിരുന്നു. 7ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 123 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ബാഷി 62 റൺസ് അടിച്ചെടുത്തപ്പോൾ താക്കൂർ 67 റൺസാണ് സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത്. ഇന്ത്യയുടെ ചരിത്ര വിജയത്തിൽ ആ 2 അർദ്ധ സെഞ്ചുറികളെ വിസ്മരിക്കാനാകില്ല. ഇന്ത്യൻ സ്കോർ 300 കടന്നു. ഓസീസിനെ 2ാം ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞിട്ടു. ഷർദുൽ താക്കൂറും ഒപ്പം ചേർന്നു. സിറാജ് 5 വിക്കറ്റ് പിഴുതെടുത്തപ്പോൾ ഷർദുൽ 4 വിക്കറ്റുകൾ പോക്കറ്റിലാക്കുന്നു. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് നേരത്തെ തന്നെ രോഹിത് ശർമ്മയെ നഷ്ടമാകുന്നു. പിന്നെ ശുഭ്മാൻ ഗില്ലും ചേതേശ്വർ പൂജാരയും ക്രീസിൽ ഒന്നിച്ചു. 2ാം വിക്കറ്റിൽ 114 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്.
ഇന്ത്യ ആ ചരിത്ര ജയം മണത്തു തുടങ്ങി. 91 റൺസുമായി 21-കാരൻ ഗിൽ മടങ്ങിയിട്ടും പുജാര ഒരു വൻമരം കണക്കിന് ആ ക്രീസിൽ നിലയുറപ്പിച്ചു. രഹാനെക്കൊപ്പം 3-ാം വിക്കറ്റിൽ 35 റൺസിന്റെ കൂട്ടുകെട്ട്. ക്യാപ്റ്റൻ രഹാനെ വീണതോടെ ഋഷഭ് പന്ത് ക്രീസിലെത്തി. പുജാരയും പന്തും ചേർന്ന് പിന്നെ ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നുണ്ട്. ഒരു സെഞ്ചുറി കൂട്ടുകെട്ടും ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പിന്നെ ഒരു 35 റൺസിന്റെ പാർട്ണർഷിപ്പും പടുത്തുയർത്തിയ പുജാരയുടെ സ്കോർ എത്രയാണെന്നോ? വെറും 56. അതിനായി അയാൾ നേരിട്ടത് 211 പന്തുകൾ. ലിറ്ററലി എ ഗ്രേറ്റ് വാൾ. ആദ്യ 8 റൺസ് നേടാൻ പുജാര 90 പന്താണ് അന്ന് നേരിട്ടത്. ഓസ്ട്രേലിയയുടെ പേരുകെട്ട ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ അവിടെ അങ്ങനെ കൂടി ചെറുത്തുനിൽപ്പിന് വലിയ വിലയുണ്ടായിരുന്നു. ഋഷഭ് പന്താണ് പിന്നെ ആ ഇതിഹാസത്തിന്റെ അവസാന വരി എഴുതി പൂർത്തിയാക്കിയത്. മായങ്ക് അഗർവാൾ വീണതോടെ ഓസീസിന് പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടിയതാണ്. എന്നാൽ ഋഷഭ് പന്ത് വീണുപോയില്ല. വാശിയെ കൂട്ടുപിടിച്ച് അയാൾ വിജയത്തിലേക്ക് കുതിച്ചു. ഇടക്ക് ട്രാക്ക് മാറ്റി. ജയിക്കാൻ ഉറച്ചതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. ടിം പെയിൻ ഇടക്ക് വന്ന് പ്രകോപനങ്ങൾക്ക് ശ്രമിച്ചു. സമ്മർദ്ദത്തിന്റെ പുകച്ചിരുളുകൾ മുഴുവൻ ഋഷഭ് പന്ത് അടിച്ച് അതിർത്തിയിലിടുമ്പോൾ ഗാലറിയിൽ ഇരുന്ന് ഇന്ത്യൻ ആരാധകർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഹെയ്സൽവുഡിനെ ലോങ് ഓഫിലൂടെ ബൗണ്ടറി വായിച്ച് ഒടുക്കം അയാൾ ഓസീസിന്റെ ആ പൊളിയാക്കോട്ടക്ക് തീയിട്ടു. ടിം പെയിന്റെ ഉള്ളിലെ പെയിൻ അപ്പോൾ വലുതായിരുന്നു. മുഹമ്മദ് സിറാജ് തന്നെ അധിക്ഷേപിച്ച ഓസ്ട്രേലിയൻ കാണികൾക്ക് മുന്നിൽ ആ വിജയത്തിന്റെ ഒരു കടിഞ്ഞാണം തിന്നുന്നു. മറ്റേ കടിഞ്ഞാൺ ഋഷഭ് പന്തിന്റെ കയ്യിലായിരുന്നു. വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ത്യ എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു വിജയത്തിന് ചുക്കാൻ പിടിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയുമായി നിൽക്കുന്നത് അജിൻക്യ രഹാനെയാണ്. അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കലും മായാത്തൊരു ഇതിഹാസമായി ഗാബ ഇന്ത്യൻ ആരാധകരുടെ ഓർമ്മകളിൽ അവശേഷിക്കും.